മെക്സിക്കോയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് മായൻ കൾച്ചറിന്റെ അവശേഷിപ്പായി നിലനിന്നു പോരുന്ന ചിച്ചൻ ഇറ്റ്സ എന്ന പിരമിഡിലേക്കാണ്. ഇത് ലോകത്തിൽ തന്നെയുള്ള പിരമിഡുകളിൽ ഏറ്റവും വലിയ പിരമിഡിൽ ഒന്നാണ്. എന്നാൽ പുറം ലോകം മായൻ കൾച്ചറിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പിരമിഡിനെക്കുറിച്ചോ അധികം അറിഞ്ഞിട്ടില്ല. നല്ല ഒരു തെളിഞ്ഞ പ്രഭാതമാണ്. സാധാരണ പോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാർ എൻ്റെ ഒപ്പമുണ്ട്. ക്യാൻകൂണിൽ നിന്ന് വളരെയധികം ദൂരം സഞ്ചരിച്ച് നമ്മളിപ്പോൾ മെക്സിക്കോയിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. കുടിൽ വ്യവസായത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളാണ് നമ്മൾ വഴിവക്കിൽ കാണുന്നത്. ഇവിടെയുള്ള കരകൗശല വസ്തുക്കൾ കാണുമ്പോൾ പൂർണ്ണമായും അത് ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കി നിർമ്മിച്ചിട്ടുള്ളവയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. പ്ലാസ്റ്റിക്, ഫൈബർ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പുരാതന ഗ്രാമാന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ കണ്ണുകൾ ഇവിടുത്തെ ആളുകളെയാണ് തിരയുന്നത്. ഇവിടെ അധികം മനുഷ്യരെ കാണാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചു. ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനുള്ള നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്, ഈ സ്ഥലങ്ങൾ ഒക്കെ വിജനമായി കിടക്കുന്നവയാണ്. നിസാൻ്റെ പഴയകാല സെഡാൻ കാറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.